ഗായ്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ക്രോഷറ്റ് ഡ്രസ്സാണ്. ഡ്രസ്സും ബൊക്കയും ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഡ്രസ്സാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ന്യൂ ബോൺ ബേബീസിനൊക്കെ യൂസ്ഫുള്ളാണ്. നമ്മൾ ഫസ്റ്റ് തന്നെ സ്ലിപ്പ് നോട്ട് ഇടണം. ഞാൻ ചെയ്യുന്ന പോലെ നിങ്ങൾ ചെയ്താൽ മതി, അറിയാത്തവർ, ബിഗിനേഴ്സ്. ഇത് ക്രോഷറ്റ് അറിയുന്ന എല്ലാവരും അറിയുന്ന ഒരു കാര്യമാണ് സ്ലിപ്പ് നോട്ട് ഇടാന്ന് പറയുന്നത്. സ്ലിപ്പ് നോട്ട് ഇട്ട് നമുക്ക് 49 ചെയിൻ സ്റ്റിച്ച് ഉണ്ടാടാം. അപ്പം നമുക്ക് 49 ആയാലും കുറേ ഉണ്ടാവും വിചാരിച്ചു. അപ്പം അത്ര നമുക്ക് ആവുള്ളൂ, ചെറിയൊരു ഡ്രസ്സേ ആവുള്ളൂ കേട്ടോ. 1 2 3 4 5 6 ഇങ്ങനെ ചെയ്തു പോയാൽ മതി. ഫുള്ള് എൻ്റെ 48 ഞാൻ ഫുള്ളാക്കി. അപ്പം ഇപ്പം കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും കുറേ ഉണ്ടെന്ന്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഡബിൾ ക്രോഷേ ആണ്. നമ്മൾ ഞാൻ ഓവർ ചെയ്യാം. ഇപ്പം നമ്മൾ 2 വിടണം. 1 2 2 വിട്ടിട്ട് മൂന്നാമത്തേക്ക് നമ്മൾ മൂന്നാമത്തേൻ്റെ ഉള്ളിലേക്ക് ഇടണം. അപ്പം മൂന്നാമത്തേൻ്റെ 2 ഉള്ളിലേക്ക് ഇട്ടിട്ടാകുമ്പോൾ നമുക്ക് 4 ലൂപ്സ് ആവും. 2 ഉള്ളിലേക്ക് ഇടണം കേട്ടോ. അപ്പം 2 ലൂപ്സ് ആവും. അപ്പോൾ 2 ലൂപ്സ് yarn over into 2 loops yarn over in last 2 loops yarn over and make another double crochet and something special. നമ്മൾ yarn over into 2 loops, yarn over into 2 loops, yarn over into last 2 loops and some ഇപ്പോൾ നമ്മൾ വിചാരിച്ചു അതിനൊരു ഡബിൾ ക്രോഷേ കൂടി ഇടണം. നമ്മളിത് ഫുള്ളാവോളം ഡബിൾ ക്രോഷേ ഇടണം. ഈ ചെയിൻ സ്റ്റിച്ചൊക്കെ നല്ല പണിയുണ്ട്, നിങ്ങൾ വിചാരിക്കുന്നതല്ല. ഈസി മെത്തേഡ്സാണ് ഞാൻ കാണിക്കണത്. ഫുള്ള് നമ്മൾ ഡബിൾ ക്രോഷേ ഇടണം. അപ്പം ഞാൻ ഫുള്ള് ആയിട്ടുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഇനി ഇതിനെ ഉൾട്ട വെക്കാം. മീൻസ് മറിച്ചിട്ടിട്ട് നമ്മൾ തിരിച്ച് വെക്കാം. ഇങ്ങനെയുള്ള ഇങ്ങനെ മറ്റേ സൈഡ് തിരിച്ചിട്ട് 2 ചെയിൻ സ്റ്റിച്ച് ഇടണം. 2 ചെയിൻ സ്റ്റിച്ച് ആൻഡ് make 2 ചെയിൻ സ്റ്റിച്ച് 1 2 and make 1 double crochet. ഒരു ഡബിൾ ക്രോഷേ ഉണ്ടാക്കണം. അതിന് നമ്മൾ വിടേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഡബിൾ ക്രോഷേ ഇട്ടിട്ട് ആക്കിയിട്ട് നമ്മൾ പാട്ട് പറഞ്ഞ പോലെ yarn over into 2 loops, yarn over into 2 loops ഇങ്ങനെ ചെയ്തു പോയാൽ നമുക്ക് ഈസി. make another double crochet, yarn over into 2 loops, yarn over into 2 loops, last 2 loops yarn over and make another double crochet. That is a method of itself. ഞാൻ പറയുന്നത് കേൾക്കുന്നത് എന്താ പറയുക, ഇപ്പോൾ ഞാൻ മൂന്നാമത്തേൽ 2 ഡബിൾ ക്രോഷേ ചെയ്യണം. എന്നാൽ നമുക്ക് ഡ്രസ്സിൻ്റെ പരിവായിട്ട് കിട്ടുള്ളൂ. ഇങ്ങനെ നമ്മൾ ഫുൾ ഇതേ മെത്തേഡ് ഫുള്ളും ചെയ്യണം. ഫുൾ മീൻസ് നമ്മൾ ഈ 48 കിട്ടില്ല, അത് ഫുള്ളും ഇടണം. ഓക്കെ, നമ്മൾ ഫുള്ള് ഇട്ടിട്ടുണ്ട്. അപ്പം അതിൽ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കാം. ഇതൊന്ന് പാട്ട് മറിച്ചതുപോലെ ഇപ്പം അതിൽ മറിക്കണം. എന്നിട്ട് നമ്മൾ 2 ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. 2 ചെയിൻ സ്റ്റിച്ചാണ് കേട്ടോ. അപ്പം ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ ഞാൻ എല്ലാം വിശദീകരിച്ച് പറയാം. ഇപ്പം നമ്മൾ തിരിച്ചിട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിന് നേരെ വെക്കണം. എന്നിട്ട് 2 ഡബിൾ ചെയിൻ സ്റ്റിച്ച് ആൻഡ് 1 ഡബിൾ ക്രോഷേ. insert the yarn and yarn over into 2 loops, yarn over into 2 loops. Add another double crochet. That is easy, you know, that is so easy.
നമുക്ക് yarn over രണ്ട് 2 ലൂപ്സ് നമ്മൾ 3 ഡബിൾ ക്രോഷ്യ ഇട്ടു. നാലാമത്തെ ഡബിൾ ക്രോഷ്യയിൽ നമ്മൾ എന്ത് ചെയ്യണം? 2 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കണം. അത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഇത് റൗണ്ടായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നാലാമത്തതിൻ്റെ ഉള്ളിൽ 2 ഡബിൾ ക്രോഷ്യ മീൻസ് നാലാമത്തെ ചെയ്ത ഒരു ലൂപ്പ് ഉണ്ടാവില്ല, നമ്മൾ ഇൻസേർട്ട് ആക്കിയിട്ട് ഒരു അതിൽ നമ്മൾ 2 ഇതാക്കിയിട്ടിടണം, 2 ഡബിൾ ക്രോഷ്യ ചെയ്യണം. അപ്പോൾ അത് നമ്മുടെ ഡ്രസ്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. വേറെ എന്തെങ്കിലും ഇങ്ങനെ ചെയ്യുന്ന എനിക്ക് എടുത്തോളായിട്ട് വേണ്ടിയിട്ടില്ല, ഇത് ഡ്രസ്സാവാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ നമ്മൾ ലാസ്റ്റ് ഇൻഡ് ഓളം ചെയ്തെടുക്കണം. അപ്പം ആർത്തോളം ഈസിയാണ്, നമ്മൾ പറഞ്ഞതുകൊണ്ട് നല്ല വിശദീകരിച്ചുകൊണ്ട് ഈസി ആയിരിക്കും. അപ്പം നമ്മൾക്ക് ഇങ്ങനെ ആയി കിട്ടും, കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ആയി കിട്ടും. നമ്മൾ ഇതിനെ ജോയിൻ്റ് ആക്കി എടുക്കണം. സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുക്കാം. insert the yarn into yarn. സ്ലിപ്പ് നോട്ട് ഇടാൻ എല്ലാവർക്കും അറിയില്ലേ, നമ്മൾ ഒന്ന് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇടാം, എന്നിട്ട് എടുക്കാം, എന്നിട്ട് ഒരു ഇത് ഇട്ടാൽ മതി. അപ്പോൾ നമുക്ക് ഇത് ജോയിൻ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് കിട്ടുന്നത്. നമ്മൾ ഇത്ര ഇതിൻ്റെ ഇടയിലുള്ള ക്ലിപ്പ് എനിക്ക് വിട്ടുപോയി, അതുകൊണ്ടാണ് പകുതി കാണിക്കുന്നത്. ഇപ്പോൾ നമുക്ക് 5 ഡബിൾ ക്രോഷ്യ ചെയ്തിട്ട് അഞ്ചാമത്തതിൽ നമുക്ക് 2 ഡബിൾ ക്രോഷ്യ ചെയ്യണം. 1 ഇത് നമ്മൾ ചെയ്യുമ്പോൾ സ്പീഡാവും, നമ്മൾ കുറേ പഠിച്ച് 2 നമ്മൾ 5th 2 ഇട്ടാൽ മതി. നിങ്ങൾക്ക് ഈസിയാണ് ഇത്, ബിഗിനേഴ്സിനൊക്കെ ഈസിയാണ് ഇതൊക്കെ. 3 4 നമുക്ക് ബിഗിനേഴ്സൊക്കെ നോക്കേണ്ട ഒരു വീഡിയോ ആണ്. ബിഗിനേഴ്സ് ഈസിയാണെന്നൊന്നും എനിക്കറിയില്ല. 5th നമ്മൾ 2 ഡബിൾ ക്രോഷ്യ ചെയ്തെടുത്തു. ഇതുപോലെ തന്നെ നമ്മളെല്ലാം ചെയ്യുന്നത് ഇതുപോലെ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇത് അറ്റാച്ച് ആയിട്ട് കിട്ടും, 2 നമുക്ക് ഹൈറ്റ് കൂടും. ഇത് എങ്ങനെ 5 ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളത് കണ്ടില്ലേ, 5th ഉള്ളിലേക്ക് നമ്മൾ ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മൾ ഡബിൾ ക്രോഷ്യ ഇട്ടു. സോ ഈസിയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ അത് ജോയിൻ ആക്കി എടുക്കണം. നമ്മൾ അത്രയായി ലാസ്റ്റ് ഇൻഡോൾ ചെയ്തിട്ടാകുമ്പോൾ അത്രയായി നമ്മളത് ലാസ്റ്റ് ജോയിൻ ചെയ്ത് കൊടുക്കണം. നമ്മളൊരു ഈ ലൂപ്പിൻ്റെ ഉള്ളിലേക്ക് ഇടാം, എന്നിട്ട് നമ്മൾ ജോയിൻ ചെയ്തു. എന്നിട്ട് നമ്മൾ 14 ചെയിൻ സ്റ്റിച്ച് ഇടാം, എന്നിട്ട് 14 ഡബിൾ ക്രോഷ്യ ചെയ്യാം. 14 ഡബിൾ ക്രോഷ്യ ചെയ്തിട്ടായിരുന്നു നമുക്ക് 20 സ്റ്റിച്ചസ് വിടണം മീൻസ് നമ്മൾ അളക്കണം. എന്നിട്ട് നമ്മൾ 20 സ്റ്റിച്ചസ് കഴിഞ്ഞിട്ടായിട്ട് 26 ഡബിൾ ക്രോഷ്യ ചെയ്തിട്ട് അതിലെ 20 നിങ്ങൾക്ക് ഞാനിപ്പോൾ പറഞ്ഞാൽ എന്ത് മനസ്സിലാവില്ല. അപ്പോൾ നമ്മൾ 14 ഡബിൾ ക്രോഷ്യ ചെയ്യണം. അപ്പോൾ നിങ്ങൾ 14 ഡബിൾ ക്രോഷ്യ ചെയ്യാം. ഞാൻ സ്പീഡാക്കിയിട്ട് കാണിക്കുന്നില്ല, കാരണം നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലോ എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാം. നിങ്ങൾ നോക്കട്ടോ, ഞാനിപ്പോൾ പറയുന്നില്ല, നിങ്ങൾ നോക്കിക്കോ. ഓക്കെ, yarn over ലാസ്റ്റ്. ഓക്കെ, ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കണം. 14 ഡബിൾ ക്രോഷ്യ ആവാം. 14 ഡബിൾ ക്രോഷ്യ ചെയ്തതിന് ശേഷം നമ്മൾ 20 സ്റ്റിച്ചസ് വിടാൻ പോവുകയാണ്. കൈൻ്റെ ഭാഗത്തേക്കായിട്ടാണ്. അപ്പം നമ്മൾ 20 സ്റ്റിച്ചസ് വിടാൻ പോവുകയാണ്. അപ്പം നിങ്ങൾ എണ്ണീട്ട് നമ്മൾ വിടാൻ പോവുകയാണ്. അപ്പം അത് നമ്മൾ ചെയ്യുമ്പോൾ ചെയിൻ സ്റ്റിച്ച് 2 ഇടണം. 2 ചെയിൻ സ്റ്റിച്ച് 1 2 and insert the 20th stitch and make crochet with half crochet ആണ് second crochet ആണ് നമ്മൾ ചെയ്തെടുത്തത്.
ഇനി നമുക്ക് 26 ഡബിൾ ക്രോഷേ ചെയ്യണം. 26 എന്ന് പറയുമ്പോൾ നമ്മൾ 26 ആവണമെന്നില്ല. നിങ്ങൾ ഇപ്പോഴത്തേത് 14ഉം 20ഉം എണ്ണീറ്റ് ബാക്കി അവിടെ നമ്മൾ വെച്ചിട്ട് കുത്തിയിട്ട് വെച്ചിട്ട് ബാക്കി ചെയ്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാം. അതാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ ഡബിൾ ക്രോഷേ ഇട്ട് പോകും. ഡബിൾ ക്രോഷേ ഇപ്പോൾ പലർക്കും മനസ്സിലായിട്ടുണ്ടാവും കേട്ടോ. അപ്പം നമ്മൾ 26 ഡബിൾ ക്രോഷേ ചെയ്തതിന് ശേഷം 20 സ്റ്റിച്ചസ് ഇടാൻ പോകും. അത് നിങ്ങൾ എണ്ണാൻ അറിയില്ല, നിങ്ങൾ എണ്ണീട്ടെടുത്താൽ മതി. നമ്മൾ 20 ഡബിൾ ക്രോഷേ വിടാൻ പോവാണ്. നമ്മൾ എന്നിട്ട് മുന്നേ ജോയിൻ ആക്കിയതുപോലെ ജോയിൻ ആക്കി കൊടുക്കാം. ഈസിയാണ് ജോയിൻ ആക്കാറുണ്ട്. 2 ചെയിൻ സ്റ്റിച്ച് ഇടാൻ മറന്നു കേട്ടോ. 2 ചെയിൻ സ്റ്റിച്ച് ഇടണം. ഇൻസേർട്ട് ചെയ്യാൻ ഇത് സിംഗിൾ ക്രോഷാണ് ഞാൻ ചെയ്തെടുത്തത് കഴിഞ്ഞ ഭാഗത്ത്. ബാക്കി നമ്മൾ 14 ഡബിൾ ക്രോഷസ് ചെയ്യണം. 14 ഡബിൾ ക്രോഷേ ചെയ്യണം. അത് മുമ്പ് ചെയ്ത പോലെ നമ്മൾ ചെയ്താൽ മതി. ഡബിൾ ക്രോഷേ ഇട്ടിട്ട് ഈസിയാണ്. ഇതൊക്കെ ഈസിയാണ്. അടുത്തതാണ് വരാൻ പോണ പണി. എനിക്കിഷ്ടമില്ലാത്ത സ്റ്റെപ്പ് അതാണ്. അപ്പോൾ നമ്മൾ 14 ഡബിൾ ക്രോഷസ് ഇട്ടു. ഇങ്ങനെയായി നമ്മുടെ ഡ്രസ്സിൻ്റെ മേൽഭാഗം റെഡിയായി. അപ്പം മേൽഭാഗം റെഡിയായി. നമുക്കിനി വൈറ്റ് യാൻ യൂസ് ചെയ്യാം. ഇത് നമ്മൾ മുപ്പാട് ചെയ്ത പോലെ ഇങ്ങനെ ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ ഈ പിങ്ക് യാനൊക്കെ കൂട്ടി വെച്ച് ഒരു ഇങ്ങനെ ഞാൻ ചെയ്യുന്ന പോലെ നിങ്ങൾ ചെയ്താൽ ഈസി ആയിരിക്കും. ഓക്കെ, നിങ്ങൾ ചെയ്താൽ മതി. ഞാൻ പറഞ്ഞു തരാം, നിങ്ങൾ കണ്ട് മനസ്സിലാക്കാം. യാൻ ഓവർ ആൻഡ് ടൈറ്റ് ആക്കിയാലേ നമുക്ക് റെഡി ആവുള്ളൂ കേട്ടോ. ടൈറ്റ് നമ്മൾ നല്ല ടൈറ്റ് ആക്കണം, ഇല്ലെങ്കിൽ നമ്മൾ ഊരി വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇതൊക്കെ പിഞ്ചാനും ടൈറ്റ് ആക്കി എടുക്കും. സ്റ്റെപ്പ് എടുത്തു. നമ്മൾ അതിൻ്റെ ക്ലിപ്പ് എടുക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ നമ്മൾ 2 വിടാം. ഫസ്റ്റ് വിടണ്ട, നമ്മൾ 2 വിടാം. അതിൻ്റെ ഞാൻ 2 ഡബിൾ ക്രോഷേ ചെയ്യാം. 2 ഇടയിൽ വിടണം കേട്ടോ. 2 ഡബിൾ ക്രോഷേ ചെയ്ത് രണ്ടാമത്തേന് 4 ഡബിൾ ക്രോഷേ ചെയ്യണം. അങ്ങനെയാണ്. നിങ്ങൾ നോക്കി വെക്ക്, സൂക്ഷിച്ചിട്ട്. First double crochet and second double crochet, make it, follow me. Okay, second double crochet, സെക്കൻഡ് ഡബിൾ ക്രോഷയിൽ നമ്മൾ 4 ഇടണം കേട്ടോ. എന്നാലേ നല്ല നമ്മൾ ഞെറിയായിട്ട് വരുള്ളൂ. ഞെറി മീൻസ് അറിയില്ലേ, നമ്മളെ ബോ പോലെ വരുന്ന, നമ്മൾ പൊന്തിയിട്ട് വരുന്ന, അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പം അതൊക്കെ വരുമ്പോഴേക്ക് നമ്മൾ നല്ല പാടുണ്ടാവും. 4 ഇടണം. 1 2 ആയിട്ടുള്ളൂ. 4 മീൻസ് എക്സ്ട്രാ 3 in 1. രണ്ടാമത്തേൽ 3 എക്സ്ട്രാ കൊടുത്താൽ മതി. 1 എക്സ്ട്രാ ഉണ്ടല്ലോ ഓൾറെഡി, അതുകൊണ്ട് അങ്ങനെ ചെയ്ത് പോയാൽ മതി. നമ്മൾ ഇത് ചെയ്തതിന് ശേഷം ഞാൻ പറയണം കേട്ടോ. ഇത് നമ്മൾ ചെയ്തു. ഇനി നമ്മൾ 2 ഇത് വിടണം. ഇതിങ്ങനെ ആയി കിട്ടും കേട്ടോ. ഇങ്ങനെ ആയാൽ നല്ല ഭംഗിയാണ്. അപ്പം ഇങ്ങനെ ആയി കിട്ടും. ഇത് നമ്മൾ ആക്കി എടുത്തു, ഫുള്ള് അങ്ങനെ തന്നെ ചെയ്ത് കൊടുത്തു. അപ്പം ഇങ്ങനെ ആയി കിട്ടും. നല്ല ഭംഗിയാണ് ഇതൊക്കെ കാണാൻ. ഞാൻ ഫസ്റ്റ് പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? 2 in 1 യൂസ് എന്ന് പറഞ്ഞാൽ നമുക്കിതിന് ബൊക്കെ ആക്കിയെടുക്കാം. ഇത് നമുക്ക് യൂസ്ഫുൾ ആണ് ഗൈസ്. ഡ്രസ്സും ബൊക്കെ, ഇതിലേക്ക് നമ്മൾ ഫ്ലവർ ഫിറ്റ് ആക്കിയാൽ സൂപ്പർ ബൊക്കറ്റ് റെഡി.